അമിത്ഷായ്ക്ക് ഇതിനും വലിയ തിരിച്ചടി കിട്ടാനില്ല. വലിയ വായിൽ യാതൊരു മനസാക്ഷിയുമില്ലാതെ കേരളത്തിന്റെ ദുരന്തത്തെ തള്ളിക്കളഞ്ഞ ആളാണ് അമിത്ഷാ. നേരത്തെ വിവരം ലഭിച്ചിട്ടും വേണ്ട വിധത്തിൽ കേരളത്തിലുള്ളവർ ഉപയോഗപ്പെടുത്തിയില്ല എന്ന അമിത്ഷായുടെ വാദത്തെ പൊളിച്ചടക്കിയിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിൽ വ്യക്തമായ ഉത്തരമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നൽകിയ മറുപടി ശരിവയ്ക്കുന്നതാണ് കാലാവസ്ഥാ വകുപ്പ് മേധാവിയുടെ പ്രസ്താവന. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ 30 അതിരാവിലെ ആണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മാത്യു സഞ്ജയ് മഹ്പത്ര പറഞ്ഞു. ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് ജൂലൈ 18-നും 25-നും ഇടയിൽ പലതവണ സംസ്ഥാനത്ത് നൽകിയിരുന്നു. എന്നാൽ ഓറഞ്ച് അലർട്ട് നൽകുന്നത് തയ്യാറെടുപ്പ് നടത്തുവാനാണെന്നും മഹാപത്ര പറഞ്ഞു. കേരളത്തിന് 7 ദിവസം മുൻപ് ജൂലൈ 23-ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. എന്നാൽ റെഡ് അലർട്ട് ലഭിച്ചത് 30-ന് രാവിലെ മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇത് ശരിവെക്കുന്നതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവിയുടെ പ്രതികരണം. എന്നാൽ അമിത്ഷായുടെ ആരോപണങ്ങളോട് പരസ്പരം പഴിചാരേണ്ട സമയമല്ല ഇതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം തന്നെ. ഇവയ്ക്ക് ശേഷമാണ് മുന്നറിയിപ്പ് ലഭിച്ച സമയത്തെക്കുറിച്ചും ഉരുൾപൊട്ടലുണ്ടായ സമയത്തെക്കുറിച്ചും എല്ലാം അദ്ദേഹം വ്യക്തമാക്കിയത്. ദേശീയ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണം, വേണ്ട ധനസഹായം നൽകണമെന്നൊക്കെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ ആ ദുരന്തത്തിൽ പോലും അമിത്ഷാ രാഹുലിന്റെ മണ്ഡലമായ വയനാടിനോട് പകവീട്ടാൻ ശ്രമിച്ചു. കുറ്റം കേരള സർക്കാരിന്റെ തലയിൽ വെച്ചുകെട്ടിയെങ്കിലും അമിത്ഷാ ഉന്നം വെച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വയനാട് ദുരന്തത്തെക്കുറിച്ച് നടത്തിയ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളോടും അമിത്ഷാ മുഖം തിരിച്ചു കളഞ്ഞു. കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നും തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനയും അമിത്ഷാ നടത്തി. ജൂലൈ 23 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് അമിത്ഷാ അവകാശപ്പെട്ടത്. മണ്ണിടിച്ചിലിനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നുവെന്നും പറഞ്ഞു. ജൂലൈ 23-ന് 9 NDRF സംഘത്തെ കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ജൂലൈ 27, 28, 29 ദിവസങ്ങളിൽ എന്ത് മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയതെന്നും വിശദീകരിക്കാൻ ആഭ്യന്തരമന്ത്രി മെനക്കെട്ടതുമില്ല. എന്നാൽ അമിത്ഷായുടെ ഈ വാദത്തെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തള്ളിപ്പറഞ്ഞത്. രാഷ്ട്രീയമല്ല മനുഷ്യത്വമാണ് വരുതെന്ന് ഈ ആഭ്യന്തരമന്ത്രിയെ പഠിപ്പിക്കാൻ BJPയിൽ ആളില്ലാതെ പോയി. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ കാമ്പില്ലാത്ത ആരോപണങ്ങൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ വിളിച്ചു പറയില്ലായിരുന്നു.